ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ലോക്സഭാ ഇലക്ഷൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വളർച്ച ഉണ്ടാക്കിയ പാർട്ടി ഏതായിരിക്കും? 1984 വെറും 2 സീറ്റിൽ നിന്ന് തുടങ്ങിയ BJP ഇന്ന് സമാനതകളില്ലാത്ത നേട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും അധികം സീറ്റുകളിലേക്ക്, ഒരുപക്ഷെ 400 സീറ്റുകളോളം ഒക്കെ എയിം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഈ ഘട്ടത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഇവരുടെ ഒപ്പോസിഷൻ നിൽക്കുന്ന എല്ലാ പാർട്ടികളും വീക്ക് ആവുകയും ചെയ്തു. കുറച്ച് റീജിയണൽ പാർട്ടീസ് വളരെ റീജിയണൽ ആയിട്ടുള്ള തോട്ട്സ് വെച്ചുകൊണ്ട് കുറച്ച് റീജിയണൽ ലീഡേഴ്സിന്റെ ലീഡർഷിപ്പ് മികവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഈ പാർട്ടികൾക്കൊന്നും തന്നെ വലിയ രീതിയിൽ വലുതാകാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഓരോ സംസ്ഥാനങ്ങളിലും അവരുടേതായിട്ടുള്ള പാർട്ടികളുണ്ട്. തമിഴ്നാട് നോക്കുകയാണെങ്കിൽ എല്ലാ നടന്മാർക്കും ഓരോരുടേതായിട്ടുള്ള പാർട്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കമലഹാസനും വിജയനും ഒക്കെ പാർട്ടികളുണ്ട്. വിജയകാന്തിന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. വിജയകാന്തിന്റെ മരണത്തോടുകൂടി പതിയെ ആ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. DMKയും AIDMKയും ഉണ്ട്. ജയലളിതയുടെ മരണത്തോടുകൂടി AIDMKയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു. ഇനി ആന്ധ്രയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ YSR കോൺഗ്രസ് ഉണ്ട്. തെലുങ്ക് ദേശം പാർട്ടി കുറെ കാലങ്ങളായിട്ട് അവിടെ ഉണ്ട്. വളരെ റീജിയണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ശിവസേന പോലെ, മഹാരാഷ്ട്രയിലുള്ള പോലെ, മഹാരാഷ്ട്രയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന NCP പോലെ, ജാർഖണ്ഡിലുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ച പോലെ, അങ്ങനെ വളരെ റീജിയണൽ ആയിട്ടുള്ള ഒഡീഷയിലുള്ള ബിജു ജനതാദൾ പോലെ, അങ്ങനെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയണൽ പാർട്ടികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി ദേശീയ തലത്തിൽ വളർന്നിട്ടുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. 2012 ഫോം ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണിത്. അത് മറ്റൊരു പാർട്ടിയുമല്ല, അത് ആം ആദ്മി പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് ആം ആദ്മി പാർട്ടി വളർന്നു വരുന്നത്. മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ആം ആദ്മി പാർട്ടിക്കുള്ള വ്യത്യാസം ഇത്രയും ചെറിയ കാലയളവിൽ തന്നെ അതൊരു നാഷണൽ പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റുള്ള നേതാക്കന്മാരിൽ നിന്ന് കെജ്രിവാളിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, അദ്ദേഹം വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഒരുപാട് സമരങ്ങളിലൂടെ ഒക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും കുറച്ചുകൂടി വിശാലമായ വലിയ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു നാഷണൽ പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ എയിം ചെയ്തത്. അത്ഭുതമില്ല, ഡൽഹിയിലും പഞ്ചാബിലും അവർ നിയമസഭയിലെ ഭരണം പിടിച്ചെടുത്തു. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെ. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഗോവയിലും ഗുജറാത്തിലും നിയമസഭയിൽ സീറ്റുകൾ നേടി എന്നുള്ളതാണ്. ഒപ്പം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ മത്സരിക്കുന്നുണ്ട്. വളരെ ചെറിയ രീതിയിൽ ഇപ്പോൾ വോട്ടുകൾ ഉള്ളെങ്കിലും അവരുടെ വോട്ടിംഗ് ശതമാനം കൂടി വരുന്നുണ്ട്. തീരെ ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ച് കൃത്യമായ അവരുടെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൃത്യമായി അറിയാവുന്നത് BJPക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെ കൃത്യമായി BJP നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? അരവിന്ദ് കെജ്രിവാളിനെ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്, അതായത് ശക്തമായ ഒരു പാർട്ടി വളർന്നു വരുന്നു എന്നുള്ള കാരണം കൊണ്ട് BJP ഒതുക്കിയതായിരിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം പറയും. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോഴും കൃത്യമായ തെളിവുകൾ മുമ്പിലേക്ക് വെച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള തെളിവുകൾ EDയുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അരവിന്ദ് കെജ്രിവാളും ചോദിക്കുന്നത് തെളിവുകൾ എവിടെ എന്നുള്ളത് തന്നെയാണ്. എനിക്കറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ്. കാരണം BJPക്ക് ഇനി ഒരു ശക്തമായ ഓപ്പോണന്റ് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടി തന്നെയാണ്.